ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്നു സക്കറിയ. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ പപ്പ സക്കറിയ, ഇതെൻ്റെ കുഞ്ഞ്. ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുന്നത്. എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഒത്ത് അമേരിക്കയിലാണ്. എൻ്റെ കുഞ്ഞ് അവിടെ വെച്ചാണ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ചൊരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തലയിൽ വലിപ്പം കൂടുതൽ തോന്നി. പിന്നെ താന്നിരുന്നു ഉച്ചി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് വീർത്തിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു, എന്താ തല ഇങ്ങനെ ഇത് ടൈറ്റായിട്ടിരിക്കുന്ന എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ചിലപ്പോൾ കിടന്നതിൻ്റെ ആയിരിക്കും, കുഴപ്പമില്ല എന്നൊക്കെ. എന്നാലും ഒരു സംശയം തോന്നി. ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു തലയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് പൊട്ടി അതിൻ്റെ വെള്ളം തലയിൽ കെട്ടിക്കിടക്കുകയാണെന്ന്. അപ്പം കുഞ്ഞിൻ്റെ ബ്രെയിനാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ബ്രെയിനിന് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് അതിങ്ങനെ ഞെരിഞ്ഞിരിക്കുന്നത് അവർ നമ്മളെ CT എടുത്തപ്പോൾ കാണിച്ചു തന്നു. അന്ന് കുഞ്ഞിന് 56 ദിവസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നേരം ഒന്നും എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു കുഞ്ഞിൻ്റെ തല എവിടെയെങ്കിലും മുട്ടിയോന്ന്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ അവനെ തൊട്ടിയിൽ നിന്ന് എടുത്തപ്പോൾ അവൻ്റെ തല കട്ടിലിൻ്റെ സൈഡിൽ ഇടിച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞ് കരഞ്ഞൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ തടകി കൊടുത്തു, അത് അതേപടി അങ്ങ് വിട്ടു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ ആർക്കും അറിയില്ല. അത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ വിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയ ഈ ഒരു സത്യം ലോകം മുഴുവൻ ഞാൻ വിളിച്ച് പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ വേറെ ഉണ്ടായി. എൻ്റെ കൊച്ചിന് 56 ദിവസം ഉള്ളപ്പോഴാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത്. തലയിൽ ഒരു ഷണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം വലിഞ്ഞു പോകാൻ അത് തലേന്ന് വയറ്റിലേക്ക് ഇട്ട് ഇങ്ങനെ വയറ്റിൽ കൂടി ആ വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകാനായിരുന്നു. ഡോക്ടർ പറഞ്ഞത് അവന് ജീവിതകാലം മുഴുവൻ അത് ഇടേണ്ടി വരും, ഇനി ഒരിക്കലും അത് ഊരാൻ പറ്റില്ലെന്നാണ്. പക്ഷേ പിന്നെ ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇട്ടേക്കുന്നത് 5 വയസ്സ് കഴിയുമ്പോൾ വലിയവരുടെ ആക്കി വീണ്ടും മാറ്റിയിടേണ്ടി വരും. മാത്രമല്ല ഈ ഷണ്ട് ഇങ്ങനെ തല കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വല്ല പഴുപ്പോ ആ പൈപ്പിന് ഒരു ബ്ലോക്കോ വന്നാൽ നമുക്ക് പിന്നെയും ഓപ്പറേഷൻ ഇങ്ങനെ മാറ്റിയിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഉടമ്പടി എടുത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ന്യൂസിലൻഡിലുണ്ട്. അവളെനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോ അയച്ചു തന്നു, നീ ഇത് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അന്ന് സത്യത്തിൽ എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അങ്ങനെ ഇരിക്കാതെ റെഗുലറായിട്ട് നമ്മൾ ഡോക്ടറെ കാണും, MRI എടുക്കും. 1.5 മാസം കഴിഞ്ഞപ്പോഴത്തെ MRIയിൽ കുഞ്ഞിൻ്റെ ഷണ്ട് അവിടെ നിന്ന് വിട്ടുപോയി എന്ന് നമ്മളെ അറിയിച്ചു. അപ്പം അന്ന് രാവിലെ ഒരു 6:30-7 മണിക്കുള്ളിൽ അവർ MRI എടുക്കുകയുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഊരി അത് അടുത്ത സ്ഥലത്തേക്ക് ഇട്ടു. അപ്പോൾ കൊച്ചിന് 3.5 മാസം പ്രായമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഫെബ്രുവരിയിൽ നമ്മൾ ന്യൂറോനെ കാണാൻ ചെന്നപ്പോൾ MRIയിൽ അവന് വലത്തുവശത്താണ് ഷണ്ട് കിടക്കുന്നത്. പക്ഷേ ഇടതുവശത്താണ് കിടക്കുന്നത്. വലതുവശത്തെ വെൻട്രിക്കിളിൻ്റെ സൈസിൽ വ്യത്യാസം കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തു കൂടി വേറെ ഒരെണ്ണം ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് വലതുവശത്തും ഇടതുവശത്തും എല്ലായിടത്തും ഷണ്ടാവുമ്പോൾ അപ്പം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഇടവകയിലുള്ളൊരു ചേച്ചി വഴി മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൂടാതെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനയും പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഡോക്ടർ ഒരു 3 മാസത്തെ കാലാവധി പറഞ്ഞു. 3 മാസം കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ വലതുവശത്ത് ഇനി ഓപ്പറേഷൻ ചെയ്യണോ, അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ദൈവാനുഗ്രഹം എന്നോണം പിന്നീട് ഉള്ള ഒരു MRIയിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്രമല്ല ഫെബ്രുവരിയിലാണ് ഡോക്ടർ ഇത് പറഞ്ഞത്. അന്ന് തന്നെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മെയ്യിൽ ഉടമ്പടി തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കുഞ്ഞ് വല്ലാതെ ഛർദ്ദിച്ച് ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോയി.
അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇതുപോലെ ഛർദിയോ ഇങ്ങനെ കണ്ണ് മേപ്പോട്ട് പോണ പോലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ കൊണ്ടുവരണം, തലയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പേടിച്ചു, ദൈവമേ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ഈ കാശ് രൂപവും ഉപ്പും ഒക്കെ തന്നു വിടാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് രണ്ടാമത് വരേണ്ടി വന്നല്ലോ, വീണ്ടും ഓപ്പറേഷൻ ചെയ്യുമോ എന്ന് എൻ്റെ ഉള്ളിൽ ഭയം തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവർ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് മെയ് 8-ാം തീയതി. ആ മെയ് 8-ാം തീയതി തന്നെയാണ് ഇവനെ ആശുപത്രിയിലാക്കേണ്ടി വന്നത്. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഏതാനും മണിക്കൂറുകൾ കൂടിയല്ലേ ഉള്ളൂ അവരിവിടെ എത്താൻ. ആ ഉപ്പും ആ തേനും ഒക്കെ എൻ്റെ കയ്യിലൊന്ന് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ വീണ്ടും കീറി മുറിക്കല്ലേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ കുഞ്ഞ് സൈസിൽ പ്രിൻ്റ് എടുത്തിട്ട് ഓരോ MRIക്ക് കയറിയപ്പോഴും നമുക്ക് കാശ് രൂപം ഇങ്ങനെ സ്വർണ്ണമൊന്നും MRIക്ക് ഇടാൻ പാടില്ല. അതുകൊണ്ട് ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് അത് വെട്ടി അവൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലിട്ടാണ് ഞാൻ ഓരോ MRIക്കും കയറ്റി. പക്ഷേ അത് അവൻ തലയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല, എന്തോ കളിച്ചപ്പോൾ വായിൽ എന്തൊക്കെ ഇട്ടതിൻ്റെ ഇങ്ങനെ വയറ്റി പിടിക്കാഞ്ഞതിനാണ് ഛർദ്ദിച്ചതെന്നും പറഞ്ഞു. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ തിരിച്ചു പറഞ്ഞു കിട്ടും. അങ്ങനെയുള്ള പിന്നീടുള്ള ഓരോ അപ്പോയിൻമെൻറ്റിലും അവൻ കൂടുതൽ മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബറിൽ ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ തലയിലെ ഷണ്ട് നമുക്ക് ഊരാം, അവന് ഒരു കുഴപ്പമില്ല, ജീവിതകാലം മുഴുവൻ ഇടണമെന്ന് പറഞ്ഞ ഷണ്ട് 1.5 വർഷത്തിന് ശേഷം ഡോക്ടർ മുഴുവനായിട്ട് ഊരിത്തന്നു. ഇപ്പോൾ ഒരു മരുന്നുമില്ല, ഒന്നുമില്ല, മിടുക്കനായിട്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞ് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, വർത്തമാനം പറയുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇവനെ ചോറ് കൊടുക്കുമ്പോഴാണെങ്കിൽ അതിൽ ഒരു നുള്ളു ഉപ്പിട്ടാണ് ഞാൻ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മാതാവ് അവനെ സംരക്ഷിക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ അപ്പൻ, ഞങ്ങൾ ഇരട്ടകളാണ്, എനിക്കൊരു ആങ്ങളെ കൂടിയുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ കുർബാനക്കുളപ്പാടിന് പോലും കുമ്പസാരിക്കാത്ത എൻ്റെ അപ്പനായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇപ്പം മുടങ്ങാതെ കുമ്പസാരിക്കുന്നുണ്ട്. അത് രണ്ടും മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. അതാണ് കുഞ്ഞുമായിട്ട് വന്ന് ഈ അൾത്താരയിൽ പറയുവാനായിട്ട് ഇടവന്നതും. ഇപ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥന മാതാവ് ഒരിപ്പം ഇന്നത്തെ ദിവസം തന്നെ ഒരു മൂന്ന് സാക്ഷ്യത്തിലധികം ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടിരുന്നൊരു സാഹചര്യത്തിൽ സാക്ഷ്യം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉടമ്പടി എടുത്തേക്കാം എന്നുള്ളൊരു നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഭാഗ്യമായിട്ട് ഈ അൾത്താരയിൽ എത്തിയെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇത് എല്ലാ പ്രായഭേദത്തിനെയും ഒരു ജാതിമത ഭേദമനെ ആളുകൾ സാക്ഷ്യം പറയുമ്പം നമ്മളിതൊക്കെ വിലയിരുത്തുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെട്ടാണ്. കാരണം ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുള്ളതോ ഇത് ഹൈവേയുടെ സൈഡിലായതൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത. ഉടമ്പടി എന്ന പ്രാർത്ഥന ഉള്ളതുപോലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകം അംഗീകരിക്കണം. അതായത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം, ഒരാളെ വിശുദ്ധനായിട്ടോ വിശുദ്ധിയായിട്ടോ അംഗീകരിക്കണമെങ്കിൽ വലിയ പ്രോസസ്സുകൾ സഭയുടെ ആവശ്യമാണ്. അതിന് ശാസ്ത്രത്തിൻ്റെ തെളിവുകൾക്ക് മുകളിലുമുള്ള വലിയ വലിയ അനുഭവങ്ങളും ഒപ്പം ആ വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അനുഭവങ്ങൾ ലഭിച്ചു എന്നൊക്കെ വ്യക്തമായിട്ടുള്ള പഠനത്തിന് ശേഷം മാത്രമേ ഒരു സത്യം ലോകത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കരുത്. അത് പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷൻ ആണെങ്കിലും അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ അനുദിനം അല്ലെങ്കിൽ ഇതുപോലെ വലിയ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തന്നെ ആവശ്യത്തിലേറെ അനുഭവ സാക്ഷ്യങ്ങളും അതും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും പറയുന്ന ഓരോരിടം ഇത് മാത്രമാണ്. ഒരു പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ ലൂർദാണെങ്കിലും ഫാത്തിമയിലും പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാ മതത്തിൽ നിന്നുള്ളവരുടെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ അതിന് പറയാനായിട്ടില്ല. പക്ഷേ ഈ ഒരിടത്ത് മാതാവ് ഈ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത് അവിടെയുള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തക്കവിധം അനുഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം അത്രത്തോളം ഈ ഒരു വിശ്വാസ സത്യത്തെ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് ഇന്ന് ഒരുപാട് പേര് മുന്നിട്ടിറങ്ങുന്നത് പോലെ ഒരുപാട് പേര് ഇനിയും മുന്നോട്ട് വരാനായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ലഭിച്ച
ആ വലിയൊരു ദൈവിക ഇടപെടലിന് ഉടമ്പടിയിലെ കാര്യങ്ങളൊപ്പം അപ്പച്ചൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിലെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പം ഒരു വ്യക്തി ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ വിശ്വാസം ഇല്ലാതിരുന്ന ഒരാൾ പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ തന്നെ അൾത്താരയിൽ കയറി വിശ്വാസത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടും, രണ്ടാമത്തെ അതേ ഉടമ്പടിയിൽ ഒരാൾ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ ഒരു കൂദാശ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടൊരു മാറ്റമാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത്. അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ആ വലിയ സൗഖ്യത്തിനെ പ്രതിയും എല്ലാ അനുഭവങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. എൻ്റെ പേര് റാണി ഷൈജു, സ്ഥലം അങ്കമാലി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. 2018 നവംബർ 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2019 ഒക്ടോബർ മാസത്തിൽ ഞാൻ ഗർഭിണിയായി. ആ മാസം തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു 3 കുട്ടികളാണെന്ന്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു കുട്ടിയെ വേണ്ടാന്ന് വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. 2020 മെയ് 14 ഞാൻ 3 കുട്ടികൾക്ക് ജന്മം നൽകി. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ മക്കളെ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹത്തിൽ വളർത്താൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ്, ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട്. ഹിന്ദു ഡോക്ടറായിരുന്നു, പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി എന്താണെന്നുള്ളത്. 54 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 35 വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത്. ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു, ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ്. ഒരു സ്നേഹ സാമ്രാജ്യമിവിടെയുയർത്തുവാൻ അഭിവന്യയാമമ്മക്കനിയേണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഡെയ്സി ബിനോയ്, ഇത് ഭർത്താവ് ബിനോയ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. മോൻ ഒരു 21 വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടു. അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു. നിൽക്കാനിരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കും, മുട്ടുകുത്തിയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും, രാത്രി 1:30 ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഇനി ഒരടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഞങ്ങൾ 54 വയസ്സായി. അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്തത്. വന്നിട്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം 6 നിയോഗങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന് പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ്, ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട്, 54 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 35 വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത്, എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടാകുന്നു. ഞാൻ വയറ്റിൽ അത് തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു.
പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് റിസ്ക്കാണ്, ഇത്രയും വയസ്സുള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ മാതാവ് തന്നാൽ ഞാൻ അതപ്പോൾ മാതാവ് ഏറ്റെടുത്തോളൂ, ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു. അതിനു മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു 2 വർഷത്തോളം അങ്ങനെ കടന്നുപോയി. അങ്ങനെ 7 മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി. പൂർണ്ണ വളർച്ചയെത്തിയ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്. കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ. അതാണ് ഇപ്പോൾ 2 വയസ്സാകാറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അത് വിറ്റ് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ച് അച്ഛനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടു. ഈ സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു. പിന്നെ എല്ലാം കൊണ്ടും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്വസ്ഥം. ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു. അന്നേരമാണ് മോൻ മരിച്ചത്. അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ്, പഞ്ചായത്ത് വകുപ്പിലായിരുന്നു. അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത്. അതിനുശേഷം ശരിക്കും 2 വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത്. അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു. പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി ഇത് എന്താണെന്നുള്ളത്. ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പറയാണ്, 7.5 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു 50% പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി, നമുക്കങ്ങനെ ഒരു ചാൻസ്, ഇത് ഒരു ഏജ് വലിയൊരു ഘടകമാണ്. പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു, ശരിക്കും ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ. ഞാനതിന് ശേഷം എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി. അവളതിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയും ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്ത്. അത് പറയാൻ പറ്റും. അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പലരോടും പറഞ്ഞു. ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു ബ്രദർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഒരു ക്യാൻസർ, അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർ ഭേദമായ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം. കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത്. അപ്പം മാതാവിന് 100 നന്ദി പറയുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് ഇവിടെ ഓടുമ്പെടുക്കാനൊക്കെ ആയിട്ട് വന്നത്. എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100% എനിക്ക് വിശ്വാസമായി. ദൈവത്തിൽ നമുക്ക് ഇത് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ്. അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ്. നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക്